പ്രിലിംസിന്റെ ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും കുറേ ആങ്സൈറ്റിയും ഡൗട്ടൊക്കെ ഉണ്ടാവും. അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഡൗട്ട് പിള്ളേർ വന്നതിനോട് ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ് ഒരു 50 to 60 റേഞ്ചിൽ ഈ ടെസ്റ്റിലൊക്കെ കിട്ടുന്നത്? അതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് റിവിഷൻ. റിവിഷൻ എന്ന് പറഞ്ഞ സംഭവം ഈ എല്ലാ ടോപ്പർ, ഏത് ടോപ്പറിൻ്റെ ടോക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്, റിവിഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ഫോർ ദിസ് ജേർണി. നമ്മൾ ബ്രെയിനെ റീൻഫോഴ്സ് ചെയ്യുന്ന കാര്യമാണ് ഇത്. വീണ്ടും വീണ്ടും നമ്മളൊരു കാര്യം ചെയ്യുന്നു, നമ്മൾ തറവാക്കി വയ്ക്കുന്നു, പക്ഷെ നമ്മളൊരു ക്വസ്റ്റ്യൻ കാണാൻ നേരത്ത് അത് കറക്റ്റായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഈ ഒരു റിവിഷൻ കൊണ്ടിട്ട്. പിന്നെ വേറൊരു കാര്യമാണ്, ചുമ്മാ കുറേ ടെസ്റ്റ് ചെയ്തുകൊണ്ട് മാത്രം കാര്യമില്ല, നമുക്കത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാനായിട്ട് പറ്റണം. അനലൈസ് ഇൻ ദ സെൻസ് വാട്ട് വി ആർ ഡൂയിങ് റോങ് ആൻഡ് വാട്ട് വി ആർ ഡൂയിങ് കറക്റ്റ്. ചില കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ കറക്റ്റ് ക്വസ്റ്റ്യൻ മാത്രമാണ് നോക്കുകയുള്ളൂ, അല്ലെങ്കിൽ ഒരു തെറ്റായ ക്വസ്റ്റ്യൻ മാത്രമാണ് നോക്കുകയുള്ളൂ. നമ്മൾ കറക്റ്റായ ക്വസ്റ്റ്യനും തെറ്റായ ക്വസ്റ്റ്യനും നോക്കിയേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ ശരിയാക്കി, എങ്ങനെ കറക്റ്റാക്കി എന്ന് നമ്മൾ അനലൈസ് ചെയ്താൽ മാത്രമാണ് അത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ഗാലന്റ് IASന്റെ റാപ്പ് പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ എഴുതി ഓരോ ക്വസ്റ്റ്യൻ്റെ എന്താണ് നമ്മുടെ പ്രോബ്ലം, എന്താണ് നമ്മൾ എങ്ങനെയാണ് ഇത് ശരിയാക്കിയത്, നമ്മൾ ട്രിക്ക് ഉപയോഗിച്ചിട്ടാണോ, നമ്മുടെ സ്കില്ല് ഉപയോഗിച്ചിട്ടാണോ, അതോ നമ്മുടെ നോളജ് ഉപയോഗിച്ചിട്ടാണോ നമ്മളത് കറക്റ്റ് ആക്കണേ, നമ്മൾ കൃത്യമായിട്ട് നമുക്കതിനകത്ത് അനലൈസ് ചെയ്യാൻ പറ്റും. ഇതൊരു വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് ഈ റാപ്പ് അനലൈസിസ്. പിന്നെ അടുത്തൊരു സെഗ്മെൻ്റാണ് CSAT. വളരെ പാടായിക്കൊണ്ടിരിക്കുന്ന ഒരു സെഗ്മെൻ്റാണ് ഈ CSAT. പല ആളുകൾക്കും, ഈവൻ വലിയ വലിയ എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് പോലും ഈ CSAT എന്ന് പറഞ്ഞ സബ്ജക്റ്റ് വളരെ പാടായിക്കൊണ്ടിരിക്കുകയാണ്. 1-2 മാർക്കിനാണ് ഈ CSAT പേപ്പറിന്റെ കട്ട് ഓഫിൽ പോകുന്നത്. ഇതാണ് വളരെ ഒരു സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം. സോ CSATൽ എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ പറയാം. ഇപ്പോൾ വീക്ക് ആയിട്ടുള്ള കുട്ടികൾക്കും ഈ CSATൽ സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികൾക്കും രണ്ടും ഡിഫറെൻറ്റ് സ്ട്രാറ്റജി എന്തായാലും ഫോളോ ചെയ്തേ പറ്റുള്ളൂ. ഇപ്പോൾ സ്ട്രോങ് ആയിട്ടുള്ള കുട്ടികളും എന്തായാലും ഫോളോ ചെയ്തേ പറ്റുള്ളൂ ഈ ഒരു സ്ട്രാറ്റജി. ഒരു 30 മിനിറ്റ്സ് ഡെയിലി ചെയ്യണം. വീക്കിലി ഒരു 1 ടെസ്റ്റ് എടുത്തേ പറ്റുള്ളൂ. രണ്ടാമത് വീക്ക് സ്റ്റുഡൻസിൻ്റെ കാര്യം. ഈ വീക്ക് സ്റ്റുഡൻസ് ശരിക്കും 1 to 1.5 hours കൃത്യമായിട്ട് ഡെയിലി ഈ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് CSAT ചെയ്തേ പറ്റുള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവസാനത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര പാടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമുക്ക് മറ്റേ GS 1ന്റെ റിവിഷൻ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ CSAT വീണ്ടും പുറകോട്ട് പോകും. സോ ഡെയിലി കൺസിസ്റ്റൻ്റ് ആയിട്ട് 1 to 1.5 hours ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. പിന്നെ ഒരു കാര്യം അവർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, വീക്കിലി പറ്റാവുന്ന അത്രയും ടെസ്റ്റ് ചെയ്യുക. എന്നാലാണ് നമുക്ക് സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ 3 സെക്ഷനുണ്ട്. ചിലർ ഒരു സെക്ഷനിൽ മാത്രമാണ് ഫോക്കസ് ചെയ്യുള്ളൂ. ഈ ഒരു സെക്ഷനിൽ മാത്രം ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം CSAT നമുക്ക് പാസ്സാവാനായിട്ട് പറ്റില്ല. സോ ഓരോ സെക്ഷനിലും നമ്മൾ ഓരോ സ്ട്രാറ്റജി ഉണ്ടാക്കണം. ആ സ്ട്രാറ്റജി ഉണ്ടാക്കാൻ പറ്റുന്നത് നമ്മൾ കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്താൽ മാത്രമാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ വീക്കിലി ഒരു ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വീക്കായിട്ടുള്ള സ്റ്റുഡൻസിന് അത് ചെയ്യാനായിട്ട് പറ്റില്ല. ഒരു വീക്കിലി ഒരു 2-3 ടെസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ സ്ട്രാറ്റജി നമുക്ക് ഡെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. സോ CSATൽ കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് എടുക്കണം ഈ വീക്കായിട്ടുള്ള സ്റ്റുഡൻസ്. ദെൻ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, കറണ്ട് അഫയേഴ്സ് എന്താണ് ചെയ്യേണ്ടത്? കറണ്ട് അഫയേഴ്സ് അങ്ങനെ വലിയ ഒരുപാട് നമ്മൾ ബുദ്ധിമുട്ടി അങ്ങനെ പഠിക്കേണ്ട കാര്യമില്ല. ബട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും ഈ സ്റ്റാറ്റിക്കിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വരുന്നത്. പിന്നെ സ്റ്റാറ്റിക് പ്ലസ് കറണ്ട് അഫയേഴ്സ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ്. അപ്പോൾ സ്റ്റാറ്റിക്കിൽ എന്താണ് ഇമ്പോർട്ടൻറ്റ്, അതിനകത്ത് കറണ്ട് അഫയേഴ്സ് എന്താണ് വരുന്നത്, അതിനെക്കുറിച്ചാണ് കൂടുതൽ പഠിക്കേണ്ടത്. അപ്പോൾ ഇത് പഠിക്കാനായിട്ട് നമ്മൾ കുറേ സോഴ്സസോ അതോ കുറേ 2-3 ന്യൂസ് പേപ്പർ ഈ ടൈമിൽ വായിക്കാനായിട്ട് നമുക്ക് സാഹചര്യം ഉണ്ടാവില്ല. സോ വാട്ട് വി ക്യാൻ ഡു ഈസ് എൻഷ്യൂർ ദാറ്റ് യു ഗെറ്റ് എ കറണ്ട് അഫയേഴ്സ് മാഗസീൻ ഓഫ് എനി ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ നമ്മുടെ ഒരു മാർച്ച് ആകുമ്പോഴത്തേനും മാർച്ച് ഒരു 10th ഒക്കെ ആകുമ്പോൾ ഗാലന്റിന്റെ ഒരു കറണ്ട് അഫയേഴ്സ് മാഗസീൻ പുറത്തിറക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രം ചെയ്താൽ മതി. കുറേ കറണ്ട് അഫയേഴ്സ് മാഗസീൻ ഒന്നും പഠിച്ചിട്ടൊന്നും കാര്യമില്ല. സോ ഫോക്കസ് ഓൺ സ്റ്റാറ്റിക് ആൻഡ് ഫോക്കസ് ഓൺ എ കറണ്ട് അഫയേഴ്സ് മാഗസീൻ വിച്ച് ഇസ് സ്റ്റാൻഡേർഡ്. പിന്നെ റിവിഷൻ ചെയ്യേണ്ട എങ്ങനെയാണെന്നുള്ള ചോദ്യമുണ്ട്. റിവിഷൻ നമ്മൾ തനിയും ചെയ്യാം, ഗ്രൂപ്പായിട്ടും ചെയ്യാം. ഇപ്പോൾ ഗാലന്റ് IAS ഇവിടെ ഒരു പ്രോഗ്രാം കൊണ്ടുവരുന്നുണ്ട്, മാസ്റ്റർ റിവിഷൻ സീരീസ് എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് ഒരു 25 ഡേയ്സിൻ്റെ ഒരു പ്രോഗ്രാമാണ്. നമ്മളത് കൃത്യമായിട്ട് എല്ലാ സബ്ജക്റ്റിൻ്റെയും ക്വസ്റ്റ്യൻ അനാലിസിസ് പോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ ബേസ്ഡ് റിവിഷനാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതിലൂടെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓവറോൾ ഒരു ടോപ്പിക് കവർ ചെയ്യും, നമ്മളെല്ലാം ഒന്ന് കവർ ചെയ്യും, നമ്മളെല്ലാ സിലബസും കവർ ചെയ്യുന്നുള്ളൊരു കോൺഫിഡൻസ് നമുക്ക് കിട്ടും. പിന്നെ അതിൻ്റെ ഒരു നെക്സ്റ്റ് മന്ത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുക, നമ്മൾ അനലൈസ് ചെയ്യുക, പിന്നെ റിവിഷൻ ചെയ്യുക, ഇതൊക്കെ നമുക്ക് നടക്കും. സോ വി ക്യാൻ അറ്റൻഡ് ദി പ്രിലിംസ് ഇൻ എ മച്ച് മോർ കോൺഫിഡൻറ്റ് വേ. ഇത്രയാണ് ഈ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഈ കാര്യങ്ങൾ കുറച്ചുകൂടെ കൂടുതലായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യണം. ഇനി എന്തെങ്കിലും വേറെ ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതാണ്. താങ്ക് യു.